ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇനി ഒരു മാസം 26 അടുത്ത 26-ന് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം സമ്പൂർണ്ണമായി നമ്മളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഒരു മാസം കടുകടുത്ത പോരാട്ടത്തിൻ്റെ ഒരു മാസമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പിന് മുന്നണികളാകെ സജ്ജമായി പ്രചാരണ രംഗത്ത് പൊടിപാറിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ പകലിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരം കാഴ്ചകൾ അത് വരും ദിവസങ്ങളിലും തുടരും. കോൺഗ്രസ് അതിൻ്റെ 6ാമത്തെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ പട്ടിക 6 ഇറങ്ങിയിട്ടും അമേഠിയെക്കുറിച്ച് അതിൽ മിണ്ടാട്ടമില്ല. റായ്ബറേലിയെക്കുറിച്ച് സൂചനകളില്ല. എന്തുകൊണ്ടാണത് എന്നത് ഈ ഘട്ടത്തിലും കോൺഗ്രസ് വെളിപ്പെടുത്തുന്നില്ല. മാതാവ് മേനകാ ഗാന്ധിക്ക് BJP സീറ്റ് നൽകിയെങ്കിലും അവഗണിക്കപ്പെട്ട മകൻ ഉത്തർപ്രദേശിൽ തനിച്ചായിട്ടുണ്ട്. അദ്ദേഹം വരുൺ ഗാന്ധി വീണ്ടും കോൺഗ്രസ് ആകുമോ അതോ സമാജ്വാദി പാർട്ടിയിലേക്ക് പോകുമോ എന്ന ചോദ്യമൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. കെ സുരേന്ദ്രൻ കൂടി വയനാട്ടിൽ ഇറങ്ങിയതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി. 20 മണ്ഡലങ്ങളിലും ചിത്രം തെളിഞ്ഞു. ഇനി കൃത്യം ഒരു മാസം പ്രചാരണ മാസമാണ്. അത് കഴിഞ്ഞ് 26-ന് നമ്മൾ ബൂത്തിലേക്ക് പോകും. അപ്പോൾ ഗോദ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി തുടങ്ങാം ശരിക്കുള്ള ഗുസ്തി, ഇലക്ഷൻ സ്റ്റണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നു തീ പാർന്ന ആ വാർത്തയിലേക്ക്. ഇലക്ഷൻ ഹോട്ട്. തെരഞ്ഞെടുപ്പ് രംഗം ഇങ്ങനെ മാറി മാറി മറിയുകയാണ്. കേരളത്തിൽ പ്രചാരണ വിഷയങ്ങളും അതിനൊപ്പം മാറുന്നു. കൊണ്ടും കൊടുത്തും പ്രചാരണ രംഗം കൊഴുപ്പിക്കുകയാണ് നേതാക്കൾ. വന്യജീവി ആക്രമണവും പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങളാകുന്നത് ഈ ദിവസങ്ങളിൽ. മണിപ്പൂരിലെ കലാപം, CAA, വിവിധ നേതാക്കൾ ഇതൊക്കെ ഉന്നയിച്ച് പ്രചാരണ വേദികൾ സമ്പന്നമാക്കുന്നുണ്ട്, കൊഴുപ്പിക്കുന്നുണ്ട്. കേരള 2020 രാഷ്ട്രീയ ലീഗിന് ഇനി ഒരു മാസം. 20 മണ്ഡലങ്ങളിലും കൊണ്ടുപിടിച്ച പ്രചാരണത്തിൽ നേതാക്കൾ. ആരു വാഴും ആരു വീഴും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ വിഷയങ്ങളും അനവധി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ SFIO അന്വേഷണം, പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി, മണിപ്പൂർ കലാപം, വർദ്ധിക്കുന്ന വന്യജീവി ആക്രമണം, സർവകലാശാലാ ഭരണം, അങ്ങനെ ചർച്ചയായ നിരവധി കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ഊന്നിയിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ. ലക്ഷ്യം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം. കേന്ദ്ര നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചവരിൽ സംസ്ഥാന സർക്കാർ മുതൽ DYFI വരെ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ലെന്നാവർത്തിച്ച് മുഖ്യമന്ത്രി. ഇത് ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധ വർഗീയ അജണ്ടയുടെ ഭാഗവുമായ ഒരു നിയമമാണ്. കേരളം നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആ നിലപാട് എല്ലാ തരത്തിലും ഉറപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പെൻഷൻ കുടിശ്ശിക, ഭരണതലത്തിലെ വീഴ്ചകൾ, തുടർച്ചയായ ആരോപണങ്ങൾ, അങ്ങനെ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ആയുധങ്ങൾ അനവധി. അടർക്കളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി. മുന്നിൽ മുസ്ലിം ലീഗും. ഇനി അതൊക്കെ ഒരു പ്രചരണത്തിന് പറയാമെന്നല്ലാതെ കോടതിയിലൊക്കെ ഏതോ സ്റ്റേജിലെത്തിയ കേസ് ഇലക്ഷൻ നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷം എങ്ങനെ പിൻവലിക്കാനാണ്? ഇന്ന് സുപ്രീം കോടതിയിലുള്ള പൗരത്വ കേസിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായി IUML ഫൈറ്റ് ചെയ്യാണ്. 2019 BJP സുവർണാവസരമായി കണ്ടത് ശബരിമലയെ. അന്നത് വോട്ടാക്കി മാറ്റിയത് കോൺഗ്രസും. ഇത്തവണ പൗരത്വ നിയമ ഭേദഗതിയിൽ പ്രചാരണ രംഗം ചുറ്റിത്തിരിയുമ്പോൾ മാറി നിൽക്കാതെ BJP. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് മുഖ്യമന്ത്രിയും സർക്കാരും നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. വോട്ടെടുപ്പിന് ഇനിയുമുണ്ടൊരു മാസം. വിഷയങ്ങൾ മാറിവരാം. രാജ്യാന്തര വിഷയങ്ങൾ മുതൽ പ്രാദേശിക കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യുകയാണ് രാഷ്ട്രീയ കേരളം. ഇലക്ഷൻ ഡെസ്ക് 24. ധാരാളം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, സ്റ്റണ്ട് കൂടാൻ ആരുമില്ലേ, ഒറ്റയ്ക്കായോ എന്ന്. ഒറ്റയ്ക്കായിട്ടില്ല. നമ്മുടെ പ്രജിൻ C. കണ്ണൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. പ്രജിൻ, സ്വാഗതം. ഗുഡ് ഈവനിങ്. ഇതെവിടെയായിരുന്നു ഇലക്ഷൻ സ്റ്റണ്ട്? അടവുകൾ
പഠിക്കുകയായിരുന്നു. വിജയകുമാറിനെ നേരിടാൻ ചെറിയ അടവൊന്നും പോരാ, പറ്റില്ല. അപ്പം അടവുകളൊന്നും മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അടവുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അത് അവതരിപ്പിക്കാൻ പോവാണ്. യെസ്, അപ്പോ നമ്മളുടെ ഇലക്ഷൻ ഹോട്ട് സെഗ്മെന്റ് കഴിഞ്ഞു. യെസ്, കേരളത്തിലെ പ്രചാരണ വിഷയങ്ങൾ ഇങ്ങനെ അനുനിമിഷം മാറി മാറി മറിയുന്ന ഒരു കഥ, അതായിരുന്നു നമ്മൾ ഇലക്ഷൻ ഹോട്ടിൽ ഉൾപ്പെടുത്തിയത്. ഇനി നമ്മൾ മണ്ഡല പരിചയം, നമ്മളുടെ സ്ഥിരം സെഗ്മെന്റിലേക്ക് പോവുകയാണ്. യെസ്, അപ്പൊ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? മാവേലിക്കര. മാവേലിക്കരയിൽ ആര് കൊടികുത്തും? ആ പേര് തന്നെ ഉണ്ടല്ലേ? അതെ, മാവേലിക്കര ആര് കൊടികുത്തും? അത് കൊടിക്കുന്ന സുരേഷ് ആണോ, അതെ, അതിൽ മറ്റാരെങ്കിലാണോ? നോക്കാം. മണ്ഡല പരിചയം. മാവേലിക്കരയ്ക്ക് അത്ര വലിയ പരിചയമല്ല ഈ മത്സരച്ചൂട്. ഇത്തവണ അന്തരീക്ഷ താപനിലയ്ക്കൊപ്പം രാഷ്ട്രീയ തിളനിലയും ഏതാണ്ട് 100 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല. 4ാം ജയത്തിനാണ് കൊടിക്കുന്നിൽ സുരേഷ് കച്ചകെട്ടുന്നത്. അവിടെയാണ് പുതുമുഖമായ CA അരുൺകുമാർ വെല്ലുവിളി ഉയർത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി മത്സരിച്ചിട്ടുള്ള ബൈജു കലാശാലയാണ് NDAയുടെ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. എവിടെയൊക്കെയുണ്ട് മാവേലിക്കര? അത് കശുവണ്ടി ഫാക്ടറികളുടെ കൊല്ലത്തുണ്ട്, റബ്ബറിന്റെ കോട്ടയത്തുണ്ട്, കയറിന്റെ ആലപ്പുഴയിലുമുണ്ട്. ഇതിനെല്ലാം പുറമെ കുട്ടനാട്ടിലേക്ക് വന്നു ചേരുന്ന അച്ചൻകോവിലാറും പമ്പയും മീനച്ചിലാറും മൂവാറ്റുപുഴയാറും തുടങ്ങി ഒരു പിടിയും തരാത്ത ഒരുപാട് സാമുദായിക അടിയൊഴുക്കുകളും. ഈ അടിയൊഴുക്കിൽ ആര് പിടിച്ചു നിൽക്കും, ആർക്ക് അടിതെറ്റുമെന്നതാണ് ചോദ്യം. പത്തനാപുരം, കുന്നത്തൂർ, കൊട്ടാരക്കര, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, മാവേലിക്കര, കുട്ടനാട് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും LDF MLAമാർ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൊതുരാഷ്ട്രീയ ചിത്രം നോക്കിയാൽ കണക്കുകൂട്ടൽ തെറ്റും. ഈ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് 4ാം ജയം തേടുന്ന കൊടിക്കുന്നിൽ സുരേഷ്. ഓരോ ദിവസം കഴിഞ്ഞത്തോളം ഇലക്ഷന്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിഞ്ഞ 3 പ്രാവശ്യവും ഭൂരിപക്ഷം വർദ്ധിച്ച് വിജയിച്ചു. ഇത്തവണയും UDF വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയമില്ല. മാവേലിക്കര മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവും സിറ്റിംഗ് MPയുമായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കാലിടറിയത് CS സുജാതയ്ക്ക് മുന്നിലാണ്. ഈ ചരിത്രം ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതു മുന്നണി. മാവേലിക്കര മാറ്റം ആഗ്രഹിക്കുന്നു എന്ന പ്രചാരണത്തോടെയാണ് പുതുമുഖത്തെ CPI അവതരിപ്പിക്കുന്നത്. CA അരുൺകുമാർ ശക്തമായ പ്രചാരണവുമായി മണ്ഡലത്തിൽ സജീവമാണ്. ആവേശത്തോടെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരാശങ്കകളും ഇല്ല. വലിയ പിൻബലവും പിന്തുണയുമാണ് നാട്ടിൽ നിന്ന് കിട്ടുന്നത്. 2019 ലഭിച്ച 1,33,546 NDAയുടെ മണ്ഡലത്തിലെ മികച്ച നേട്ടം. അതിനപ്പുറത്തേക്ക് കടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2016 നിയമസഭയിലേക്ക് മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന നേതാവിനെ അവതരിപ്പിക്കുന്നത്. അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. മാവേലിക്കര NDA സംബന്ധിച്ച് അപ്രാപ്യമായ മണ്ഡലമൊന്നുമല്ല. ജയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മാവേലിക്കരയെ ആർക്കും രാഷ്ട്രീയമായി വേലികെട്ടി സ്വന്തമാക്കാൻ കഴിയില്ല എന്നത് രാഷ്ട്രീയ ചരിത്രം. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് വലിയ വാശിയേറിയ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാവേലിക്കര മാറുന്നത്. മനീഷ് മഹിവാൽ, 24 മാവേലിക്കര. അങ്ങനെ മാവേലിക്കര മണ്ഡലത്തിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പ്രജിൻ, നമ്മൾ ഇനിയും എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോകും. അതിനു മുമ്പ് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കാരണം പലരും പറയുന്നുണ്ട് അതുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ഞാൻ അടവുകൾ പഠിക്കായിരുന്നു. അപ്പൊ ആ അടവുകൾ ഇതാ വരുന്നുണ്ട്. അതിൽ ഒരടവ് ഇപ്പെടുക. ഈ വാഹനത്തിന് പിന്നാലെ അപ്പോൾ 85 കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ഒരു 97കാരൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? പ്രചാരണ ബോർഡുകൾ കെട്ടുക, ലഘുലേഖ തയ്യാറാക്കുക, അങ്ങനെ പല ജോലികളുമായി സജീവമാണ് MC കൃഷ്ണൻ. തുടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നെങ്കിലും 1955 മുതൽ കോൺഗ്രസുകാരനാണ് MC കൃഷ്ണൻ. കൃഷ്ണേട്ടൻ തിരക്കിലാണ്. 3ാം തലമുറയിലും 4ാം തലമുറയിലുമുള്ള കൊച്ചുമക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതിന്റെ അല്ല, പ്രചാരണ ബോർഡുകൾ കെട്ടുന്നതിന്റെയും ലഘുലേഖകൾ തയ്യാറാക്കുന്നതിന്റെയും തിരക്ക്. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടൗൺ സെക്രട്ടറിയായിരുന്ന MC കൃഷ്ണൻ 1949 അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിൽവാസത്തിനു ശേഷം 1955 കോൺഗ്രസിൽ ചേർന്നു. 1970 തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജോയിന്റ് കൺവീനറായിരുന്നു. 54 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നത്. 1970
ശങ്കരനാരായൺ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിൻ്റെ, CPM-ൻ്റെ തായട്ട് ശങ്കരനും സംഘടനാ കോൺഗ്രസിൻ്റെ M കമലവും 3 പേരും മത്സരിച്ചു. ഞാനന്ന് നിയോജകമണ്ഡലം ഇലക്ഷൻ കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അന്ന് ഇവിടെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. വീണ്ടും മെമ്പർഷിപ്പ് വന്നു, സുധാകരൻ വന്നു, സുധീരൻ വന്നു, പഴയ DCC പ്രസിഡന്റ് വന്നു. ജീവിതത്തിനൊരു അർത്ഥമുണ്ട് എന്നുള്ള ഒരു സ്ഥിതി വന്നു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടാനിടയായ കേസ് വ്യാജമാണെന്ന് കണ്ട് കോടതി തള്ളിയെങ്കിലും 2022 അംഗത്വം തിരിച്ചു കിട്ടിയത്. മകൻ സുധേഷ് കുമാർ കോൺഗ്രസ് വെള്ളയിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ സസ്പെൻഷനായിട്ട് ബന്ധപ്പെട്ട് 52 വർഷം പുറത്തു നിന്നു. 2022 വീണ്ടും സസ്പെൻഷൻ പിൻവലിച്ച് പാർട്ടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം വരുന്ന ആദ്യത്തെ ഇലക്ഷനാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ അച്ഛൻ പറയുന്നത് എന്തായാലും ഒരു അനിവാര്യമായിട്ടുള്ളൊരു മാറ്റം, കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള മോഡി സർക്കാർ മാറണം എന്നുള്ള ആവേശത്തിൽ തന്നെയാണ് പോസ്റ്റ് ഒട്ടിക്കാനും ബോർഡടിക്കാനും ഒക്കെ സജീവമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. 4ാം തവണയും കോഴിക്കോട് MK രാഘവനൊപ്പം നിൽക്കുമെന്നാണ് കൃഷ്ണന്റെ വിലയിരുത്തൽ. നീണ്ട ഇടവേളയ്ക്കു ശേഷം പ്രചാരണ രംഗത്ത് വീണ്ടും സജീവമാവുകയാണ് കൃഷ്ണേട്ടൻ. കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. വിജയകുമാർ, നമ്മുടെ ഈ കൃഷ്ണേട്ടനെ പോലെ ഒരുപാട് പേരുണ്ടല്ലോ ഇലക്ഷൻ. ഇന്നലെ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്തില്ല എങ്കിൽ എന്താണ് പ്രശ്നം? അത് നിയമവിരുദ്ധമാണോ, അല്ലെങ്കിൽ അത് ഇല്ലീഗലാണോ? ഒരു പൗരൻ എന്ന നിലയിൽ അത് വോട്ട് ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. വോട്ട് ചെയ്യാതിരിക്കുക എന്നത് നല്ല ശീലമല്ല. നമുക്ക് വോട്ട് ചെയ്യണം. എന്താണ്, ജനാധിപത്യ അവകാശമാണ്, അത് വിനിയോഗിക്കണം. അത് വിനിയോഗിക്കാതിരിക്കുന്നതൊട്ടും നല്ലതല്ല. ഇപ്പോൾ നമുക്ക് സിനിമാ തിയേറ്ററിൽ പോയാൽ എന്തുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വലിയ ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വ്യാപകമായി അതൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുക എന്നത് പൗരധർമ്മമാണ്, പരമപ്രധാനമാണ്. പക്ഷേ ഈ പറയുന്ന ഒരു കക്ഷിക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന ഒരാൾ തോന്നുകയാണ്. അപ്പൊ അയാൾക്കുണ്ടല്ലോ ഒരു നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അല്ലേ? ആർക്കും നമ്മൾ ആരെയും പിന്തുണയ്ക്കുന്നില്ല, അങ്ങനെ ഒരു അവകാശം കൂടി പൗരന് കൊടുക്കുന്നുണ്ട് രാജ്യം അല്ലെങ്കിൽ ഭരണഘടന. അത് ഏറ്റവും പുതിയൊരു കാര്യമാണ്, അല്ലേ? മുൻപ് അതുണ്ടായിരുന്നില്ലല്ലോ, നോട്ട ഇടക്കാലത്ത് വന്നതാണ്. അപ്പോൾ നമ്മുടെ പൗരധർമ്മം വിനിയോഗിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ബഹിഷ്കരിക്കുക, വോട്ട് ചെയ്യാതിരിക്കുക അതൊക്കെ വ്യക്തിപരമായ ചോയ്സ് ആണെങ്കിൽ പോലും, പക്ഷേ ആത്യന്തികമായി നമ്മളുടെ ഒരു പൗരൻ എന്ന നിലയിലുള്ള കടമ, നമ്മളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുന്നു. പ്രജിൻ, മാന്യമഹാജനങ്ങളെ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ അതിന്റെ കഥയും തിരക്കഥയും ആരാണ് എന്ന് ചോദിച്ചാൽ, പ്രേം നസീറും മമ്മൂട്ടിയും അഭിനയിച്ച ആ സിനിമയുടെ കഥയും തിരക്കഥയും NP മുഹമ്മദിൻ്റെതാണ്. ഓർമ്മയുണ്ടാകും, MT വാസുദേവൻ നായർക്കൊപ്പം അറബിപ്പൊന്ന് എഴുതിയ അതേ NP മുഹമ്മദ് തന്നെ. അപ്പോൾ നമ്മൾ കടക്കുന്നു മാന്യമഹാജനങ്ങളെ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ണൂരുകാരുണ്ട് എന്നൊരു ചോദ്യമാണ്. അതായത് ഞാൻ തന്നെ വായിക്കുന്നതിൽ എനിക്ക് വലിയൊരു അഭിമാനമുണ്ട്. കണ്ണൂരുകാരൻ എന്ന നിലയിൽ ഈ കാര്യം പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ, ആ വിജ്ഞാനപ്രദമായ കാര്യം പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ 1ഉം 2ഉം അല്ലാതെ കണ്ണൂരിൽ വേരുകളുള്ള 10 പേരാണ് പ്രധാന മുന്നണികൾക്കായി ജനവിധി. എവിടെയാ നാടെന്ന് പറഞ്ഞേ? ഞാൻ കോട്ടയം. ബാക്കി അപ്പോൾ കണ്ണൂർ മുതൽ തലസ്ഥാനം വരെ നീളുന്ന മത്സര രംഗത്തെ ആ പ്രമുഖരുടെ നിര. കണ്ണൂർ ചിറയ്ക്കൽ കണ്ണോത്ത് ജനിച്ചു വളർന്ന K കരുണാകരന്റെ മകനാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്ന K മുരളീധരൻ. മുഖ്യമന്ത്രി, CPIM സംസ്ഥാന സെക്രട്ടറി, LDF കൺവീനർ, സ്പീക്കർ, KPCC അധ്യക്ഷൻ, AICC സംഘടനാ ജനറൽ സെക്രട്ടറി എന്നിവരെല്ലാം കണ്ണൂരുകാരാണ്. പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടികയിലും ഈ അമ്പരപ്പിക്കുന്ന ആധിപത്യമുണ്ട്. നാട്ടിൽ പോരിനിറങ്ങിയ MV ജയരാജൻ, K സുധാകരൻ, BJPയുടെ C രഘുനാഥ് എന്നിവർ മാത്രമല്ല ഗോദയിലെ കണ്ണൂർക്കാർ. മട്ടന്നൂർ MLA KK ശൈലജ വടകരയിൽ, ഇരിട്ടിക്കാരിയായ ആനി രാജ തൊട്ടടുത്ത വയനാട്ടിൽ, കണ്ണൂർ കക്കാടുകാരനായ പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത്. ഇടതുപട്ടികയിൽ ആകെ 4 കണ്ണൂരുകാർ. പയ്യന്നൂർ കണ്ടോന്താർ സ്വദേശിയാണ് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ. പയ്യന്നൂർക്കാരൻ തന്നെയായ MK രാഘവൻ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്നു. തൃശൂരിൽ മത്സരിക്കുന്ന K മുരളീധരൻ കണ്ണൂർ ചിറയ്ക്കൽ കണ്ണോത്ത് ജനിച്ചു വളർന്ന K കരുണാകരന്റെ മകനാണ്. K സുധാകരനും ചേരുമ്പോൾ UDF പട്ടികയിൽ 4 പേർക്കുണ്ട് കണ്ണൂർ ബന്ധം. തലശ്ശേരി സ്വദേശിയായ V മുരളീധരൻ ആറ്റിങ്ങലിൽ NDA സ്ഥാനാർത്ഥി. NDA ലിസ്റ്റിൽ C രഘുനാഥ് കൂടി ചേരുമ്പോൾ 2 പേർ. നിലവിലെ രാജ്യസഭയിലുമുണ്ട് 5 കണ്ണൂരുകാർ എന്നത് മറ്റൊരു കൗതുകം. K കരുണാകരനും EK നായനാരുമടക്കം 3 മുഖ്യമന്ത്രിമാർക്ക് ജന്മം നൽകിയ കണ്ണൂർ.
താക്കോൽ സ്ഥാനങ്ങളിലെ കണ്ണൂർ ചരിതത്തിന് ഈ തെരഞ്ഞെടുപ്പ് കളരിയും തുടർച്ച. 24 കണ്ണൂർ. എന്റെ വിജയേട്ടാ, അപ്പൊ ഇതാണ് രോമാഞ്ചം തെരഞ്ഞെടുപ്പിലെ കണ്ണൂർ പെരുമ അല്ലേ? പറയാൻ സമ്മതിക്കൂ. പറയൂ. രോമാഞ്ചം. 2 തവണ എന്റെ നാടിന്റെ കാര്യം പറഞ്ഞു. അതായത് നമ്മുടെ MK രാഘവൻ, ഒപ്പം തന്നെ KC വേണുഗോപാൽ, പയ്യന്നൂരുകാരാണ്. അവരുടെ പേരുകൾ അവിടെയാണ്. പയ്യന്നൂരാണ് ഞാൻ. അപ്പം അത് സുഖമാണ് കേൾക്കാൻ. എവിടെ? കോട്ടയത്തല്ലേ? എത്ര അടുത്താണ് മത്സരിക്കാൻ കോട്ടയം? നമുക്ക് നോക്കാം, അത് നമുക്ക് വഴിയെ കാണിച്ചു തരാം. ശരി ശരി ശരി. അപ്പോൾ പ്രചാരണത്തിനിടെ മിന്നായം പോലെ വരുന്ന സംഭവങ്ങളിലേക്കാണ് വെടിക്കെട്ട് കക്ഷികളെ കുറിച്ച് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതാ മിന്നൽ. വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ രാഹുൽ ഗാന്ധി ഒരുക്കങ്ങൾ നടത്തുമ്പോൾ നിരാശയുള്ള ഒരാൾ എരുമേലിയിലുണ്ട്. മറ്റാരുമല്ല, അതും രാഹുൽ ഗാന്ധി തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ച് 2000 വോട്ട് നേടിയ അതേ രാഹുൽ ഗാന്ധിയുടെ അപരൻ ഇത്തവണ എരുമേലിയിൽ നാടൻ പാട്ടിൽ ഗവേഷണം നടത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കാണ് കാരണം. കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാന്റെ ദൈവം, കുഞ്ഞോളെ കൊല്ലാണ്ടിരിക്കുമെന്നാരത് കണ്ടു. എരുമേലി മുട്ടപ്പള്ളിയിലെ ഒരു മലയോര മേഖലയിലിരുന്ന് രാഹുൽ ഗാന്ധി ഒരു നാടൻ പാട്ട് പാടുകയാണ്. കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമ്മക്കും കൊല്ലാം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ പേരിനൊപ്പം തിളങ്ങിയതാണ് എരുമേലിക്കാരൻ രാഹുൽ ഗാന്ധിയുടെ പേരും. എന്നാൽ ഇത്തവണ ആ യോഗമില്ല. കഴിഞ്ഞ വർഷം മത്സരിച്ച ഇലക്ഷൻ്റെ വരവ് ചെലവ് കണക്കുകൾ സബ്മിറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്തവണ വയനാട്ടിൽ മത്സരിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. കോൺഗ്രസുകാരനായ മുട്ടപ്പള്ളി സ്വദേശി കുഞ്ഞുമോൻ തന്റെ മക്കൾക്ക് പ്രിയ നേതാക്കളുടെ പേര് നൽകി. മൂത്തവൻ രാഹുൽ ഗാന്ധി, ഇളയവൻ രാജീവ് ഗാന്ധി. എന്നാൽ അച്ഛന്റെ നേർവിപരീത രാഷ്ട്രീയ ചേരിയിലായിരുന്നു മകൻ. രാഹുൽ ഗാന്ധി നല്ലൊരു നേതാവാണ്. പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഏറ്റവും സേഫ് സോണായ വയനാട്ടിൽ പോലുള്ള പ്രദേശത്ത് വന്ന് മത്സരിക്കേണ്ട ഒരാളാണോ? അങ്ങനെ ഒരു മത്സരിക്കേണ്ട ആളല്ല. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇപ്പം BJPക്കെതിരെയുള്ള നിലപാടുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഐക്യദാർഢ്യം തീർച്ചയായിട്ടും പ്രഖ്യാപിക്കും. പക്ഷേ ഇതല്ലല്ലോ. ആനി രാജയാണല്ലോ അവിടെ ജയിക്കേണ്ടത്. ആനി രാജ രാവിലത്തെ 8 മണിക്ക് തന്നെ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത്രയും പറയുന്ന വുമൺ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയായി നിൽക്കുന്ന വ്യക്തിത്വം വയനാട്ടിൽ ജയിക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധി കാര്യവട്ടത്ത് നാടൻപാട്ടിൽ PhD ചെയ്യുകയാണ് ഇപ്പോൾ. ഒപ്പം തുടി എന്ന സ്വന്തം നാടൻപാട്ട് സംഘത്തിന്റെ കലാപരിപാടികളുമുണ്ട്. ഞാനാരുടെ മണ്ണിനും പെണ്ണിനും വന്നവനല്ല തിന്താരാ, ഞാനൊരു പറക്കളി പറ്റ പറമകനാണേ തിന്താരാ. രതീഷ് മാടമ്പശ്ശേരിക്കും സഞ്ജയ് ഇക്ബാലിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. വിജയകുമാർ. യെസ്, രാഹുൽ ഗാന്ധി ആനി രാജ 8 മണിക്ക് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധി. അതെ, അതാണ് നമ്മൾ ഇപ്പോൾ എരുമേലി രാഹുൽ ഗാന്ധിയെ കണ്ടത്. പാട്ടുപാടുന്ന രാഹുൽ ഗാന്ധി, നാടൻ പാട്ടിൽ ഗവേഷണം നടത്തുന്ന രാഹുൽ ഗാന്ധി. ചിലർക്കാരനല്ല. അവരുടെ വീട്ടില് രാഹുൽ ഗാന്ധിയുടെ ബ്രദർ രാജീവ് ഗാന്ധിയുടെ നിലപാട് എന്താണാവോ വയനാട്ടിലെ കാര്യം? അതുകൂടെ ചോദിക്കാൻ പറ്റില്ല അല്ലേ? ചോദിക്കണം, അടുത്തവണ ചോദിക്കാം. എന്തായാലും വീട്ടിൽ പൊരിഞ്ഞ രാഷ്ട്രീയ പോരാണ് എന്ന് വേണം. അങ്ങനെ വെച്ചാൽ ആരോഗ്യകരമായ രാഷ്ട്രീയ മത്സരം അവിടെ ഉണ്ടാവും ആ വീട്ടിൽ അല്ലേ? ഈ അപരന്മാർ, ഈ സംഭവം അതായത് എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്നതാണ് അപരന്മാരെ. ഈ അപരന്മാര് ഇത്തവണ വലിയ പ്രശ്നം ഉണ്ടാക്കും ചില മണ്ഡലങ്ങളിൽ നിന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇത്തരം പേരുകൾ, രാഹുൽ ഗാന്ധി എന്ന പേര് കഴിഞ്ഞ തവണ അത് വലിയ ചർച്ചയായതാണ്. അതുകൊണ്ടാണ് ഇത്തവണയും അദ്ദേഹം വാർത്തയിൽ ഇടം പിടിച്ചത് അല്ലേ? ജോയ്സ് ജോർജിന്റെ ഒരു അപരനുണ്ട്, അത് കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. ഇനി ആ അപരൻ നോമിനേഷൻ കൊടുക്കും എന്നാണ് കേട്ടത്. പക്ഷെ ആരും നിർബന്ധിച്ചിട്ടല്ല മത്സരിക്കുന്നത് എന്നൊക്കെയുള്ള വിശദീകരണം വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കറിയില്ല അല്ലേ? അപ്പൊ നമുക്കിനി എങ്ങോട്ടാ? ഇനിയൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേള കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ കണ്ടതും കേട്ടതുമെന്ന നമ്മളുടെ ആ സെഗ്മെന്റാണ്. ഒറ്റത്തവണ മാത്രം അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ വിജയിപ്പിച്ച ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ ഇടവേള കഴിഞ്ഞ് യാത്ര ചെയ്യും. അപ്പൊ സ്റ്റേ ട്യൂൺ. ഒരുപാട് സർപ്രൈസുകളുണ്ട്, സ്റ്റണ്ടിന്റെ പുതിയ അടവുകൾ. അത് കാണാൻ വിജയകുമാറിനെയും പ്രേക്ഷകരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം. ബ്രേക്ക്. അപ്പോൾ നമ്മുടെ ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. എരുമേലിയിൽ കണ്ട രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന്റെ സഹോദരൻ രാജീവ് ഗാന്ധി അവിടെ DYFI നേതാവാണ് കേട്ടോ. അത്ര ഒരു വിവരം കൂടിയുണ്ട്. എരുമേലിയിലെ ഒരു പ്രാദേശിക DYFI നേതാവാണ്. ആരാ?
രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ഇതിനോടകം പറഞ്ഞു ആനിരാജ 8 മണിക്ക് ജയിക്കണമെന്ന്. രാഹുൽ ഗാന്ധിയും ഡിവൈഎഫ്ഐക്കാരായ രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയും സ്റ്റാർ വേണം കേട്ടോ. അവർ സ്റ്റാർ ആണെന്നാണോ അതോ അല്ലല്ല, ഇത് യഥാർത്ഥ രാഹുൽ ഗാന്ധി അല്ല എന്ന് അറിയിക്കണല്ലോ, അല്ലെങ്കിൽ വിജയകുമാറെ നോട്ട് ചെയ്യും കോൺഗ്രസ് കേട്ടോ. ശരി, അപ്പോ അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുന്നു. കണ്ടതും കേട്ടതും. രസകരമാണിത്. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ LDFന് എന്നും വലിയ വിജയം നൽകുന്ന സ്ഥലമാണ് കോഴിക്കോട്. പക്ഷേ അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ് അല്ലെങ്കിൽ ചരിത്രമാണ് സമീപകാല രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആദ്യകാലം മുതലേ വേരോട്ടമുള്ള കോഴിക്കോട് ഒരേ ഒരു തവണയാണ് കമ്മ്യൂണിസ്റ്റുകാരനെ പാർലമെന്റിലേക്ക് അയച്ചത്. ചരിത്രത്തിൽ ഇടം പിടിച്ച ആ വിജയം EK ഇമ്പിച്ചി ബാവയുടേതാണ്. 1937 സെപ്റ്റംബറിൽ കോഴിക്കോട്ടെ വ്യാപാര സ്ഥാപനത്തിൽ ഒത്തുകൂടിയ 4 സംഘമുണ്ട്. പി കൃഷ്ണപിള്ള, NC ശേഖർ, EMS നമ്പൂതിരിപ്പാട്, K ദാമോദരൻ എന്നിവർ. അവിടെ കമ്മ്യൂണിസ്റ്റ് രൂപരേഖ അവതരിപ്പിക്കാൻ എത്തിയത് SV ഗാട്ടെ. അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ധാരക്ക് തുടക്കമിട്ട മണ്ണാണ് ഈ കോഴിക്കോട്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലത്തോട്ടാണ് മണ്ഡലത്തിന്റെ ചായ്വ് എന്നു മാത്രമല്ല, ചെങ്കൊടി പാറിച്ചത് ഒരു തവണ മാത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ച ഏക പോരാളി പൊന്നാനിക്കാരൻ EK ഇമ്പിച്ചി ബാവ. ബിജോയെ പറ്റി പറയുന്നത് പ്രാക്ടിക്കലായ ഒരു മനുഷ്യനാണ്. തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനമാണ് ഇമ്പിച്ചി ബാവയുടെ സമയത്തുണ്ടായിട്ടുള്ളത്. 1980-ലാണ് ഇമ്പിച്ചി ബാവയുടെ വിജയം. ജനതാ പാർട്ടിയുടെ അരങ്ങിൽ ശ്രീധരനെ 40,695 വോട്ടിനാണ് തോൽപ്പിച്ചത്. അതിനു മുൻപും ശേഷവും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച ആരും വിജയക്കൊടി പാറിച്ചിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് വരുമ്പോൾ ബേപ്പൂര്, കുന്നമംഗലൊക്കെ കോഴിക്കോട് പോകുമ്പോൾ വയനാടിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് വയനാട്ടിലേക്ക് തന്നെ പോയല്ലോ. അപ്പോൾ ഏറ്റവും നോക്കുമ്പോൾ ഏറ്റവും ഷുവർ ഷീറ്റ് CPMന് ഏറ്റവും ജയിക്കാൻ പറ്റിയ ഷുവർ ഷീറ്റ് കോഴിക്കോടാണ്. പക്ഷേ പാർലമെന്റ് വരുമ്പോൾ നേരെ മറിച്ച് കൂടുതൽ വോട്ട് കോൺഗ്രസിനാണ് സാധാരണ ഇവിടെ ചെയ്യൽ. കേന്ദ്രം നോക്കിയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ കോൺഗ്രസ് വരണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് കോഴിക്കോട്ടുകാർ കൂടുതലും ചെയ്യുന്നത്. 2009 മണ്ഡലം പുനർനിർണയത്തിന് ശേഷം അസൽ ഇടതു കോട്ടയാണ് കോഴിക്കോട്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കൊടുവള്ളി മാത്രമാണ് UDFനൊപ്പമുള്ളത്. എന്നിട്ടും കഴിഞ്ഞ 3 തവണയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച CPIM സ്ഥാനാർത്ഥികൾ കണ്ണൂർക്കാരൻ MK രാഘവന് മുന്നിൽ അടിപതറി. കോഴിക്കോട് നിന്നും അമൽ വടകരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24. അങ്ങനെ EK ഇമ്പിച്ചി ബാവയുടെ ആ തെരഞ്ഞെടുപ്പ് കഥ, അത് എന്താണ്, ഒരു കോഴിക്കോടിൻ്റെ പ്രത്യേകത. നമ്മൾ ഇങ്ങനെ ഒരു ചരിത്രം കോഴിക്കോടിനുണ്ടോ എന്നത് ഒരു പക്ഷേ ഈ റിപ്പോർട്ട് കാണുമ്പോഴാണ് മനസ്സിലാകുക, അല്ലേ? അതെ, ഈ പറയുന്ന ലോക്സഭ എന്ന് പറയുന്ന ആ മണ്ഡലം വരുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഒരുപാട് ഒന്നിലധികം നിയമസഭാ മണ്ഡലങ്ങൾ വരും സ്വാഭാവികമായിട്ടും. അവിടെയൊക്കെ ഏത് ആൾക്കാർക്കാണ് മുന്നേറ്റമുള്ളത്, പക്ഷെ അതൊന്നുമല്ല ലോക്സഭയിൽ പ്രതിഫലിക്കുക. അതാണ് അതിന്റെ പ്രത്യേകത. ചില മണ്ഡലങ്ങൾ അങ്ങനെ ചില പ്രത്യേകതകൾ ഉള്ളതാണ്. പ്രജിൻ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്താണ് സാം മനേക്ഷയുടെ കഥ പറയുന്ന സാം ബഹാദൂർ എന്ന സിനിമ കണ്ടിരുന്നു. അപ്പോൾ ആ സിനിമയുടെ ഒരു പ്രത്യേകത, അതിൽ നെഹ്റു, ഇന്ദിരാഗാന്ധി ഈ കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് വിമോചനമൊക്കെയാണല്ലോ അതിൽ കേന്ദ്ര ബിന്ദുവായി വരുന്നത്. പക്ഷേ എന്താണ് നമ്മൾ ആ സിനിമ അത് ആ കാലഘട്ടം ആ സിനിമയിൽ വ്യക്തമാണ്. അപ്പോൾ ആ കാലത്തെ രാഷ്ട്രീയം, സംഭവ വികാസങ്ങളിലൂടെയൊക്കെയാണ് ആ സിനിമ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളുടെ തിരശീലയിൽ ഒരു ചിത്രം ഇരമ്പുന്നുണ്ട്. ആ കാഴ്ചയിലേക്കാണ് ഇനി തിരശീല. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അല്ലേ, ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുത്ത നിമിഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ മരണശേഷം ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുത്ത ആ നിമിഷങ്ങളിലേക്കാണ് ഇന്നത്തെ തിരശീല. ജനുവരി 11 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റിൽ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യം. വേർപാട് ഇന്ത്യ പാകിസ്ഥാൻ സമാധാന കരാർ ഒപ്പിട്ടതിന് പിന്നാലെ. അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷൻ K കാമരാജിന്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയായി നിർദ്ദേശിക്കുന്നു. തീരുമാനം VK കൃഷ്ണമേനോൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ.
ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1967 തെരഞ്ഞെടുപ്പ് പ്രചാരണം. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് പ്രേക്ഷകർ ഇന്നലെയും പറഞ്ഞു, ഇതിലുള്ള ചില സെഗ്മെന്റുകൾ വളരെ ഇഷ്ടമാണ്, അതിനായി കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ തിരശ്ശീല, വേരുകൾ, ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ കാഴ്ചകൾ പ്രജിൻ, ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഇന്ദിരായുഗം എന്നൊക്കെ പറയാവുന്ന അതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. ഒരു തരത്തിൽ നമ്മൾ ഇങ്ങനെ പല പല ആ ഇന്ദിരായുഗത്തിലെ പല പല കയറ്റിറക്കങ്ങളിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയം പോയിട്ടുണ്ട്. ചരിത്രം അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ, നിർണായക നിയമനിർമ്മാണങ്ങൾ, ഇതൊക്കെ കടന്നു പോകുമ്പോൾ എന്താണ് ഒരു കൊരിത്തരിപ്പുണ്ട് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ യുഗത്തിൽ അല്ലേ, ഇനി ഇപ്പോൾ അങ്ങനെ ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടാകുമോ, അതെന്ന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരും കുറവല്ല. ഉണ്ടാവും, വൈകാതെ ഉണ്ടാവും. വരട്ടെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സെഗ്മെന്റിലേക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ കണ്ണൂരിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു, തള്ളല്ല, അതിന് സത്യമായ കാര്യങ്ങൾ പറഞ്ഞു, പയ്യന്നൂരിനെ കുറിച്ച് അടക്കം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു കോട്ടയത്തെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അത് നമ്മുടെ പ്രൊഡ്യൂസർ കേട്ടു. എന്നാ പറയാനാടാ പോയി. ഇനിയും കാണാം. അത് പൊളിച്ചു. ഏത്? അത് പൊളിച്ചു. കാണാം. നമ്മുടെ PCR ഇരുന്നുണ്ട്, നമ്മുടെ പ്രവിത, മറ്റൊരു കോട്ടയംകാരിയാണല്ലോ. കോട്ടയംകാരി പറയുന്നുണ്ട്, അങ്ങോട്ട് വായിക്കങ്ങോട്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ വായിച്ചേക്കാം. കോട്ടയംകാർ വലിയ പ്രശ്നങ്ങൾ പറയുന്നത് പോലും തമാശയായിട്ടാണ്. ആണോ ജയകുമാർ? എന്നാ പറയാനാടോ പെട്ടു. വളരും തോറും പിളരുന്ന പാർട്ടി എന്നൊക്കെയുള്ള പ്രയോഗം പോലും വന്നത് ഈ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നാണ് എന്നാണ് കോട്ടയംകാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് വന്നതോടെ ആകെ മൊത്ത തമാശയാണ് പ്രചാരണത്തിൽ. കാണാം ചില കോട്ടയം ട്രോളുകൾ. വരട്ടെ. ഇന്നലെ വലത്ത് നിന്നയാൾ ഇടത്ത് നിന്നയാളോ വലത്ത്. അപ്പോൾ ശരിക്കും ആരാണ് ഇടത്തും വലത്തും? ഈ കൺഫ്യൂഷന്റെ പേരാണ് കോട്ടയം. എന്നാൽ ശരി, എവിടെയെങ്കിലും നിൽക്ക്, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് എന്ന് പറയാൻ പറ്റാത്ത സമയമാണ്. തെരഞ്ഞെടുപ്പല്ലേ, തീരുമാനം എടുത്തേ പറ്റൂ. മുന്നണി മാറ്റം മുതൽ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ വരെയുണ്ട് സോഷ്യൽ മീഡിയയിലെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ. രണ്ടില ചിഹ്നത്തിന് തോമസ് ചാഴിക്കാടൻ കൂടുതൽ പ്രാധാന്യം നൽകിയതോടെ LDF എന്ന് പറയുന്നില്ലെന്ന് UDFന് പരാതി. പിന്നാലെ ട്രോളുകളും. അതേ നാണയത്തിൽ തന്നെ LDF മറുപടി നൽകി. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററായിരുന്നു എന്ന് മാത്രം. ഇടതുപക്ഷത്തേക്ക് പോയ ജോസ് കെ മാണിയെക്കുറിച്ചുള്ള ചർച്ചകളും ട്രോളർമാർ നിർത്തിയിട്ടില്ല. അതിന് PC തോമസിന്റെ പഴയ NDA സ്നേഹം ട്രോളാക്കിയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ മറുപടി. വികസനമടക്കമുള്ള വിഷയങ്ങളുമുണ്ട്. വികസന മുരടിപ്പിന്റെ മണ്ഡലമായി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ കഴിഞ്ഞ 5 വർഷം അധപ്പതിപ്പിച്ച ആളുകൾക്ക് ചുട്ട മറുപടി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ പദ്ധതി നടപ്പാക്കിയ 2,33,00,000 രൂപയുടെ പദ്ധതി നിർവഹണം നടന്നതിലൂടെ തീർച്ചയായിട്ടും റോഡിന്റെ വികസനം ജനോപകാരപ്രദമായ നിലയിലേക്ക് മാറ്റുവാനുള്ള പരിശ്രമമാണ് നടന്നിട്ടുള്ളത്. അപ്പൊ പോരാട്ടം ചൂടുപിടിക്കുകയാണ്. കോട്ടയമല്ലേ, ഇനിയും എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ഷിബിൻ ബഷീറിനൊപ്പം കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. എന്നാ ഒരു ഇതാന്നേ, കാത്തിരിക്കായിരുന്നല്ലേ പക്ഷേ എന്നാ പറയാനാ, റബ്ബറിനൊന്നും വിലയില്ല. ആകെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണല്ലേ. എന്നാ പറയാനാടോ, റബ്ബറിന് വിലയില്ലാത്തോണ്ടൊരു കഷ്ടപ്പാടാ. പക്ഷേ കുറച്ച് റബ്ബറിന് വില കയറുന്നുണ്ട്. ഞങ്ങൾ കോട്ടയംകാർ പറയുന്ന പോലെ റബ്ബറിന് വില കുറച്ച് കയറുന്നു. ഈ ഒരു മാണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, KM മാണി, അതെ, ആ KM മാണി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലം ഉണ്ടല്ലോ കോട്ടയത്ത്. അതിൽ തന്നെ ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് എന്നതാണ് അല്ലേ. ഈ പറയുന്ന കേരള കോൺഗ്രസ്സുകാർ പോലും ഇപ്പോഴും മാണി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെ ഇങ്ങനെ സർവോപരി പാലക്കാരൻ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ പറയുന്നത്. അപ്പോൾ എവിടെ പോയാലും പാലയുടെ അഡ്രസ് മാണി സാർ കൊണ്ടു നടക്കുമായിരുന്നു. അത് എല്ലായിടത്തും പറയുകയും ചെയ്യുമായിരുന്നു. അതെ. ഈ ഇർഷാദ് പുൽവട്ട ഒരു കാര്യം സംശയം ചോദിക്കുന്നു.
MP വീരേന്ദ്രകുമാർ ജയിച്ചിട്ടില്ലേ കോഴിക്കോട് എന്ന് ചോദിക്കുന്നു. അതായത് LDF ജയിച്ചിട്ടുണ്ട്, പക്ഷേ അരിവാൾ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് നക്ഷത്രം പറയുന്ന നമ്മൾ ചിഹ്നത്തിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അത് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ജയിച്ചിട്ടില്ല, ഒരാളെ ഉള്ളൂ, അതാണ് നമ്മൾ പറഞ്ഞത്. അതെ അതെ, അങ്ങനെ ഒരുപാട് പേർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ സ്ഥിരമായി കമന്റ് ചെയ്യുന്ന ഒരുപാട് പേർ നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരശ്ശീല പഴയ ചരിത്രം കാണാൻ ആഗ്രഹമുണ്ട് ഇനിയും എന്ന് ആശാ വി പറയുന്നു. ആശാ വി ഒക്കെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ദിനേശൻ ഹരിപ്പാടുണ്ട്. അങ്ങനെ പ്രജിൻ വിജയകുമാർ കോംബോ സൂപ്പർ എന്ന് പറയുന്നു. ആശാ ബെന്നി താങ്ക് യു. അപ്പൊ അങ്ങനെ വരട്ടെ. നാക്കും വാക്കും പിഴക്കല്ലേ എന്ന് സതീഷ് പിള്ളൈ പറയുന്നു. അത് നമ്മുടെ സ്റ്റോറി കണ്ടതിന് ശേഷമാണ്, നമ്മുടെ കോട്ടയത്തെ ട്രോൾ സ്റ്റോറി കണ്ടതിന് ശേഷമാണ്. അങ്ങനെ ഒരു സംശയം കൂടി ചോദിക്കുന്നുണ്ട്. ഇലക്ഷൻ വാർത്തകൾ മാത്രമായി കൊടുക്കാതെ വാർത്ത മാറുമ്പോൾ സത്യം പറഞ്ഞാൽ വിരസത തോന്നുന്നു എന്ന് പറയുന്നു രാജേന്ദ്രൻ വയല. മനസ്സിലായില്ല. അതായത് നമ്മുടെ ഈ 24 ഇലക്ഷൻ സ്റ്റണ്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ ഇലക്ഷൻ ന്യൂസ് ആണ്. അപ്പൊ ഇതിൽ വ്യത്യസ്തമായ ഇലക്ഷൻ വാർത്തകളുണ്ട്, അതിന്റെ ചരിത്രമുണ്ട്, കഥകളുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, കുറെ സെഗ്മെന്റുകളുണ്ട്. മറ്റു വാർത്തകൾ മറ്റ് ബുള്ളറ്റിനുകളുണ്ട്. വരുന്ന അടുത്ത ഇനി വരാൻ വേണ്ടി പോകുന്ന സമയങ്ങളിലെല്ലാം തന്നെ അത്തരം വാർത്തകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, നേരത്തെയും കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ കുറച്ച് തെരഞ്ഞെടുപ്പ് വാർത്തകളൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് പോകും. തെരഞ്ഞെടുപ്പ് കാലമല്ലേ, അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു എക്സ്ക്ലൂസീവ് ഷോ വേണ്ടേ? അതിനാണ് നമ്മുടെ 24ന്റെ ഇലക്ഷൻ സ്റ്റണ്ട്. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ടാ? ഇനി നമ്മൾ പോകുന്നു വെട്ടൊന്ന് മുറി 2 ആണോ? യെസ്. ഏതൊരു തെരഞ്ഞെടുപ്പ് കാലത്തും ഈ മുന്നണികളുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിലാണ്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങൾക്കും പ്രത്യേകവും മണ്ഡലം ബൂത്ത് അടിസ്ഥാനത്തിലുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമിതി ഓഫീസുകൾ സജീവമാകും. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എന്തായിരിക്കും വിശേഷങ്ങൾ നമുക്ക് നോക്കാം. കുറച്ചുണ്ട്, കാണാം. തിരുവനന്തപുരം ശാസ്തമംഗലത്താണ് ശശി തരൂരിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് തിരുവനന്തപുരത്തെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തമ്പാനൂർ രവി. സ്വാഗത പ്രസംഗത്തിനായി മുൻ സ്പീക്കർ N ശക്തനെ ക്ഷണിച്ചു. കൂടെ ഒരു അറിയിപ്പും. സമയപരിമിതി മൂലം സ്വാഗത പ്രസംഗം ചുരുക്കണമെന്ന്. N ശക്തന് അത് അത്ര ഇഷ്ടമായോ എന്നൊരു സംശയം. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യലാണ് അടുത്ത ചടങ്ങ്. നിലവിളക്ക് കൊളുത്തുന്ന മുൻ KPCC അധ്യക്ഷൻ തെന്നല ബാലകൃഷ്ണപിള്ളയല്ലാതെ ഒരാളും കസേരയിൽ നിന്ന് പോലും എഴുന്നേൽക്കണ്ട എന്ന പ്രഖ്യാപനം. പറഞ്ഞയാളും മറ്റുള്ളവരുമെല്ലാം നിലവിളക്ക് കൊളുത്തിയപ്പോൾ ദാ നിൽക്കുന്നു. ഇടയ്ക്ക് തറയിൽ വീണ കനൽ ഒറ്റച്ചവിട്ടിന് കെടുത്തി തരൂർ. നിലവിളക്കടക്കമൊന്നു കുലുങ്ങി. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗം ആരംഭിച്ചപ്പോൾ മൈക്ക് പണിമുടക്കി. പകരം മൈക്കെത്തി. അത് പഴയതിനേക്കാൾ കഷ്ടം. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ആദ്യം താൻ മത്സരിക്കാനെത്തിയപ്പോൾ തമ്പാനൂർ രവിക്ക് തന്നെ അറിയുക പോലുമില്ലായിരുന്നെന്ന കമന്റ് തരൂർ വക. തമ്പാനൂർ രവിയാണ് 4 തെരഞ്ഞെടുപ്പിലും ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്നത്. ആദ്യം അദ്ദേഹത്തെ എന്നെ അറിഞ്ഞിട്ടും കൂടി ഇല്ലായിരുന്നു ഞാൻ ഡൽഹിയിൽ സ്ഥാനാർത്ഥി എത്തിയപ്പോൾ. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിലവിളക്കിലെ പൂവിന് തീപിടിച്ചു തുടങ്ങിയിരുന്നു. ഒടുവിൽ കൊടും ചൂടിൽ ചായയെ മാറ്റി കുടിച്ച് സ്ഥാനാർത്ഥിയും നേതാക്കളും പ്രവർത്തകരും പല വഴിക്ക്. ക്യാമറാമാൻ മനീഷ് VS-നൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. നമ്മുടെ ഒരു റഫി കാർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, ചൂട് കൂടിയതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് ജനങ്ങളുടെ ഇടയിൽ വരാൻ അധികം സമയം കിട്ടുന്നില്ല എന്ന് കരുതുന്നു. അത് ശരിയാണോ? അതിലൊരു വസ്തുതയുണ്ട്. കാരണം ഏതാണ്ട് ഒരു 40-41 ദിവസത്തെ പ്രചാരണ കാലം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. സാധാരണ നമുക്ക് അത്രയും കിട്ടാറുള്ളത് 20-22 ദിവസം കൊണ്ടൊക്കെ തീരുന്നതാണ്. പക്ഷേ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഒരു 40 ദിവസത്തോളം ഈ പ്രചാരണത്തിന് മാറ്റിവെക്കുന്നു. കൊടും വെയിലാണ്. ആ വെയില് ഈ പകലൊക്കെ പ്രചാരണം ബുദ്ധിമുട്ടാണ്. സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്ന താപനില എന്ന് പറയുന്നത് ഈ ഹ്യൂമിഡിറ്റി കൂടി ഉള്ളതുകൊണ്ട് 40-ന് മുകളിലൊക്കെയാണ്. ആ സമയത്ത് അതെ ആ സമയത്താണ് ഈ പറയുന്നത് പോലെ നമ്മുടെ പ്രവർത്തകർ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഒരു വെയിലത്ത് ഈ ജനങ്ങൾക്കിടയിൽ വരാണ്ടി പോകുന്നു. അപ്പോൾ അതിന് കൃത്യമായി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടൈമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ രാവിലെ ഒരു ഏർലി മോർണിംഗ് വീടുകളിൽ കയറുന്നു, ഒരു 10 മണി ആകുമ്പോഴേക്ക് നിർത്തുന്നു, വീണ്ടും ഒരു 4 മണി കഴിയുമ്പോൾ വീണ്ടും വീടുകൾ കയറുന്നു, പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെയാണ്. അതുകൊണ്ടും ശരിയാണ്, ഈ നട്ടുച്ചക്കൊന്നും ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഈ ദിവസങ്ങളിലൊക്കെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 39-40 ഒക്കെയാണ്. ഇറങ്ങാതിരിക്കുന്നതിനാണ് നല്ലത്. സൂക്ഷിക്കുകയാണ് പ്രശ്നം കൂടിയാണ് അത്. അതുപോലെ നേരത്തെ ഈ 40 ദിവസത്തെ കാത്തിരിപ്പ് പറഞ്ഞല്ലോ,
ആ കാത്തിരിപ്പ് അവിടെയും കഴിയുന്നില്ലല്ലോ. വോട്ടെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഒരു മാസം കൂടെ നമ്മൾ കഴിയണം അല്ലേ? അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഒരു അവസ്ഥ അല്ലേ? കാരണം ഫലം റിസൾട്ട് അറിയാൻ പിന്നെയും ഘട്ടങ്ങളുണ്ട്. കാത്തിരിപ്പാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേള കഴിഞ്ഞ് നമ്മൾ മടങ്ങി വരുന്നത് ഒരു കവലപ്രസംഗത്തിലേക്കാണ്. കാണാം. വെൽക്കം ബാക്ക്. ഇലക്ഷൻ സ്റ്റേറ്റത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ സമയത്ത് ഒരു കമന്റ് ഞാൻ വായിക്കാം. നമ്മുടെ സജീവൻ എടപ്പാൾ പറയുന്നു, ഈ പരിപാടി നിർത്തരുത്. നമ്മൾ വൈകിട്ട് 7 മണിക്ക് തുറന്നിരിക്കുന്ന ആൾക്കാരാണ് 8 മണി വരെ എന്ന് പറയുന്നു. നമ്മൾ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് വരുന്നത് വരെ നമ്മൾ എന്തായാലും ഉണ്ടാവും. അതിനുശേഷം തുടരണം നമുക്ക് തീരുമാനിക്കാം. നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്. നമ്മുടെ കവലപ്രസംഗമാണ് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് ഇത്തവണത്തെ കവലപ്രസംഗത്തിൽ. വരുന്നു, 2 പൊറോട്ട കഴിക്കുന്നു, പോസ്റ്റ് ഇടുന്നു, പോകുന്നു. ഇതാണ് ടൂറിസ്റ്റ് വിസയിൽ വരുന്ന വയനാട്ടിലെ പ്രധാനമന്ത്രിയുടെ സ്ഥിതിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പരിഹാസം. കാണാം കവലപ്രസംഗം. കോൺഗ്രസുകാര് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി കഴിഞ്ഞ 5 കൊല്ലമായിട്ട് വ്യാപകമായി പരിശ്രമിച്ചു. ഇതാ വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി, നമ്മുടെ അങ്കമാലി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ വയനാടിനൊരു പ്രധാനമന്ത്രി. ഇപ്പൊ വയനാട്ടിലേക്കേ വരുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ടൂറിസ്റ്റ് വിസയാണ്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 5 6 തവണയാണ് 6 7 തവണയാണ് രാഹുൽ ഗാന്ധി വന്നത്. വരുന്നു, 2 പൊറോട്ട കഴിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇടുന്നു, തിരിച്ചു പോകുന്നു. പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഒരാഴ്ച വയനാട്ടിൽ രാഹുൽ ഗാന്ധി തങ്ങിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. വിജയകുമാർ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും വിലയുള്ളത് എന്തിനാണ്? വോട്ടിന് എക്കാലത്തും വില അല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വോട്ടുറപ്പിക്കാൻ പരമാവധി ശ്രമിക്കുക. അതാണല്ലോ അല്ലേ? ഓരോ വോട്ടും അത്രയും വിലപ്പെട്ടാണ്, ഓരോ വോട്ടും അല്ലേ എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൊല്ലത്തേക്കൊന്ന് പോകണം. അവിടെ നമുക്കറിയാം അദ്ദേഹം മികച്ചൊരു നടനാണ് അല്ലേ? ഒരു സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞാൽ 2 സ്റ്റെപ്പ് വയ്ക്കുന്ന രീതിയാണ്. ഒരു പാട്ട് പാടാൻ പറഞ്ഞ് 2 പാട്ട് പാടും. അങ്ങനെയല്ല. അപ്പോ അത് തന്നെയാണ്. ഒരെണ്ണം സംവിധായകൻ പറയുന്നതും ഒരെണ്ണം കയ്യിൽ നിന്നിടുന്നതും. കാണാം പ്രചാരണത്തിനിടയിലെ ആ കാഴ്ച. ചെയ്യാൻ പറ്റുന്നത് ഈസി ഈ നൃത്തച്ചുവടോടെ നമ്മളുടെ ഇലക്ഷൻ സ്റ്റണ്ട് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തേക്ക്. നാളെ ഇതേ സമയം ഇതേ തെരഞ്ഞെടുപ്പ് പോകതയിൽ നമ്മൾ വീണ്ടും കാണും. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റിന്റെ സമയമാണ്. ആരാ ചേരുന്നത്? പ്രവേദലക്ഷ്മി റെഡിയാണ്. അപ്പോൾ ന്യൂസ് സൂപ്പർ ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻകൗണ്ടർ ആണ്. എൻകൗണ്ടറിൽ വേണു ബാലകൃഷ്ണനും ചേരും. ആദ്യം ന്യൂസ് സൂപ്പർ ഫാസ്റ്റ്. നമുക്ക് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ ശുഭരാത്രി.